ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ധനുഷിനെയും സ്നേഹയും തിരികെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരാനായി തീരുമാനമെടുത്തിരിക്കുകയാണ് സേതുമാധവൻ. സച്ചിയും അർച്ചനയും സേതുമാധവന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ് സന്ദീപും അവന്തികയും. അച്ഛന്റെ ആദ്യത്തെ തീരുമാനത്തെ പിന്തുണച്ചെന്ന് കരുതിക്കൊണ്ട് എന്താണെങ്കിലും ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ ധനുഷ് ഈ നെല്ലിശ്ശേരിയിലേക്ക് ഒരിക്കലും കയറാൻ പാടില്ലെന്നും അതിനുള്ള തീരുമാനങ്ങളെല്ലാം മുളയിലേ നുള്ളണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തികയും അവർ ചെയ്ത തെറ്റൊന്നും ക്ഷമിക്കാനാകുന്നതല്ലെന്ന് പറഞ്ഞ് സേതുമാധവന്റെ തീരുമാനത്തെ എതിർക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് സേതുമാധവൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവന്തികയും സന്ദീപും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. ഇത് കാണുന്ന സച്ചി സന്ദീപിന്റെ അടുത്തേക്ക് ചെന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ സ്നേഹ ചൊല്ലിയുള്ള അവരുടെ വഴക്കിനെ കുറിച്ചെല്ലാം സച്ചിയോട് പറയുകയാണ് സന്ദീപ്. എല്ലാം കേട്ടതിന് ശേഷം സച്ചി പറയുകയാണ്, അപ്പോ നിന്റെ ഭാര്യയെ പറഞ്ഞു തിരുത്താൻ നിന്നെ കൊണ്ടാകുന്നില്ല. നീയാണോ അച്ഛനെ പറഞ്ഞു വിലക്കണമെന്ന് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്? ഇത് കേൾക്കുന്ന സന്ദീപ് ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന ധനുഷിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. അച്ഛന്റെ തീരുമാനത്തെക്കുറിച്ചെല്ലാം ധനുഷിനോടും സ്നേഹയോടും പറയുകയാണ് അർച്ചന. അതിനുശേഷം അർച്ചന ധനുഷിനെ തനിച്ച് മാറ്റി നിർത്തി പറയുകയാണ്, സ്നേഹയുടെ ഭർത്താവായിട്ട് മാത്രം വേണം ധനുഷ് നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടാൻ. കേൾക്കുന്ന ധനുഷ് സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ വാക്ക് തരുന്നു, ഇനി മുതൽ ഞാനൊരു പുതിയ ധനുഷ് മാത്രമായിരിക്കും. സ്നേഹയുടെ ഭർത്താവായി മാത്രമേ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കയറൂ. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ധനുഷിന്റെ വരവേൽപ്പിന് എല്ലാവരും ഒരുങ്ങുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.